ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേ മാതരം മുഴുവനും ആലപിക്കണമെന്നാണ് ശ്രീ വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ ഉത്തരവ്. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് തോന്നാം, വന്ദേ മാതരം മുഴുവനും ആലോപിച്ചാൽ എന്താ കുഴപ്പം? പക്ഷേ അതൊന്നറിയണമെങ്കിൽ ചരിത്രത്തിലേക്കൊന്ന് നമ്മൾ തിരിഞ്ഞു നോക്കണം. 1937 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഒരു സുപ്രധാന തീരുമാനമെടുത്തു. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രമുഖരാരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു എന്നിവർ. എന്തായിരുന്നു ആ തീരുമാനം? ദേശീയ സമ്മേളനങ്ങളിൽ വന്ദേ ഭാരതിന്റെ ആദ്യ 2 പദ്യങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്നായിരുന്നു ആ തീരുമാനം. കാരണം ആദ്യത്തെ 2 പദ്യങ്ങളിൽ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ചുമാണ് പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ ബാക്കി വരുന്ന ഭാഗങ്ങളിൽ ഒരു പ്രത്യേക മതത്തിന്റെയും ആ മതത്തിന്റെ വിശ്വാസത്തെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾ ഉയർത്തി രാജ്യത്തിന്റെ ഐക്യതയും സമാധാനവും ഭാവിയിൽ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനൊരു സുപ്രധാനമായ തീരുമാനമെടുത്തത്. എന്നാൽ വന്ദേ മാതരം മുഴുവനും ആലപിക്കണമെന്ന് ആദ്യമായി ശക്തമായി ഉയർത്തിയത് BJP സർക്കാരാണ്. ഇപ്പോൾ അതേ തീരുമാനം ശ്രീ വി ഡി സതീശൻ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നു. അതിന്റെ സർക്കുലറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, വി ഡി സതീശൻ അധികാരമേറ്റ അതേ ദിവസം തന്നെ വന്ദേ മാതരം മുഴുവനും ആലപിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞതോ ഇത് ഞാൻ അറിയാതെ സംഭവിച്ചു എന്നതാണ്. എന്നാൽ ഇപ്പോഴോ? ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് ശ്രീ വി ഡി സതീശൻ സർക്കാരിനടുത്ത് ചോദിക്കാനുള്ളത്. RSS ഉയർത്തുന്ന ഓരോ അജണ്ടയും നിങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ നിങ്ങൾ ഇപ്പോൾ BJPയിലാണോ പ്രവർത്തിക്കുന്നത്? അതോ 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എടുത്ത ഈ തീരുമാനത്തിൽ നിന്ന് AICC പിന്മാറിയോ? എന്തായാലും മുസ്ലിം ലീഗ് പോലെ ഘടകകക്ഷികൾ കൂടി ചേർന്നുള്ള ഈ കോൺഗ്രസ് പാർട്ടി വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം. ചരിത്രം മറക്കുമ്പോൾ രാഷ്ട്രീയവും വഴിമാറും.